നമസ്കാരം, വെൽക്കം ടു ജോസ് പ്ലാറ്റർ. ഞാൻ ജ്യോത്സ്ന ഗിരീഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് സാധാരണ ഓലനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓലൻ ഉണ്ടാക്കിയാലോ? ഇത് തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത ഒരു ഓലനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഓലൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ? ഈ ഓലൻ ഉണ്ടാക്കാൻ ഞാൻ പച്ച പപ്പായയും പച്ചക്കായയാണ് ഉപയോഗിക്കുന്നത്. പച്ചക്കായ ചെറിയ പഴത്തിൻ്റെ കായയാണ് കേട്ടോ. ഏത് ചെറുപഴത്തിൻ്റെ കായയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഒരു പകുതി പപ്പായയും ഒരു 2-3 പച്ചക്കായയും എടുക്കുന്നുള്ളൂ. ഇതാ ഞാൻ നേരത്തെ എടുത്ത പപ്പായയുടെ പകുതി എടുത്ത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 പച്ചക്കായയും എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഓലൻ ഉണ്ടാക്കാൻ ഒരു പച്ചക്കറി കൂടെ വേണം കേട്ടോ. ഈ ഓലൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പച്ച പപ്പായ, പച്ച കായ, പിന്നെ ചേമ്പിൻ തണ്ടുമാണ്. അപ്പോൾ എനിക്കിവിടെ ചേമ്പിൻ തണ്ടൊന്നും കിട്ടാറില്ല. നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുകയാണെങ്കിൽ അതും കൂടെ എടുക്കാം കേട്ടോ. അങ്ങനെ ചേമ്പിൻ തണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 1-2 ഇലയുടെ തണ്ട് ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇത് രണ്ടും ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഓലന് മുറിക്കുന്ന മാതിരി തന്നെയാണ് ഈ പപ്പായ ഞാൻ മുറിച്ചിരിക്കുന്നത്. നല്ല തിന്നായിട്ട് ഈ ഒരു സൈസിലാണ് മുറിച്ചിട്ടുള്ളത്. അതുപോലെ കായ വളരെ തിന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ 5 പച്ചമുളക് കൂടെ നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2-3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പ് എരിവൊക്കെ പാകമാണ്. ഇനി അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ ഓലന് നമ്മൾ വറുത്തിടാറില്ലല്ലോ, എന്നാൽ ഈ ഓലന് വറുത്തിടും കേട്ടോ. അത് കടുകൊന്നുമല്ല വറുത്തിടുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, വെള്ളുള്ളി ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറേശ്ശെ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇത് മസ്റ്റാണ് കേട്ടോ, ഇതെന്തായാലും ചെയ്യണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് വരുള്ളൂ. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊതുവേ ഓലനിൽ കറിവേപ്പില ചേർക്കാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിവിടെ കറിവേപ്പില ചേർക്കുന്നില്ല. ഇതിപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഓലനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മളുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. ഇതിലിപ്പോൾ ഞാൻ ആകെ 2 കപ്പ് വെള്ളമാണ് ചേർത്തത്. 1 കപ്പ് കഷ്ണങ്ങളൊക്കെ വേവിക്കുമ്പോഴും പിന്നെ 1 കപ്പ് വെന്തതിന് ശേഷം അത് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതുമാതിരി ചീരയില കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. ചെറിയ ചീരയില, ഇപ്പോൾ പച്ചയായാലും ചുവപ്പായാലും ചെറിയ തണ്ടോട് കൂടിയിട്ട് ഇതുമാതിരി വേവിച്ചിട്ട് ഓലൻ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു പച്ചക്കറി ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലും ഏത് പച്ചക്കറി ഉപയോഗിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ എനിക്ക് കിട്ടുന്ന പച്ചക്കറിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്. കാരണം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണല്ലോ. പപ്പായ മാത്രമായിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ നോക്കൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ നമ്മൾ. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ തൈരും പപ്പടവും ചേർത്ത് ഊണ് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.